ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പച്ചരി മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ അരി അരച്ച ഉടനെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചരി കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത്. നമ്മൾ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നാലും ഇതിൽ ഒട്ടും ഓയിലൊന്നും കുടിക്കൂല. എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അത് വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരിയാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒരു 4 മണിക്കൂറോളം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് അരിയുടെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ചോറാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 2 ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ 2 കപ്പ് പച്ചരി എടുക്കുന്നെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. ആ ഒരു അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. സാധാ വെള്ളം ചേർത്തിട്ടാണ് ഞാനിതിവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു അരി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടതാ ഇത്രയാണ് വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ പച്ചരിയൊക്കെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല കേട്ടോ. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ആ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടൂല. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയണം. ഏകദേശം ഞാനൊരു 3/4 കപ്പോളം വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാനിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അതായത് പാലപ്പൊക്കെ നമ്മൾ തയ്യാറാക്കുമല്ലോ അതിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയെടുക്കാൻ കേട്ടോ ഏറ്റവും നല്ലത്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മാവ് ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 30 സെക്കൻഡോളം ആയി കിട്ടണം കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ലപോലെ പൊങ്ങി വരും. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ലപോലെ പൊങ്ങി വരും. അതല്ല വെള്ളം കുറച്ച് കൂടി പോവുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല. പിന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ചെറിയൊരു തവിക്കൊക്കെ ഒരു തവി ഒഴിച്ചു കൊടുക്കുക. വലിയ തവിയൊക്കെയാണെങ്കിൽ ഒരു 3/4 ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആ ഓയിൽ ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് സമയത്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 തവണ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാർഡായിട്ട് പോവും. അതായത് ഇതിൽ നമ്മൾ മൈദ, റവ, വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, പച്ചരി അരച്ചത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഓയിലിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാർഡായിട്ട് പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് 2-3 തവണ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ രണ്ടാമത്തെ തവണ ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ചൂടാണെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനും. കാരണം ഇത് നമ്മൾ നല്ലപോലെ കുക്കാക്കി എടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടാവും ഓയിൽ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ചൂടൊന്ന് പാകമായതിൻ്റെ ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴേ നല്ലപോലെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരി കൊണ്ട് ഒരു 3 പേർക്കൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ 2 കപ്പ് പച്ചരിയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സമയം എടുക്കില്ല. പച്ചരി കുതിർക്കാനുള്ള ഒരു സമയം മാത്രം കേട്ടോ. ഒരു 4 മണിക്കൂർ നേരം പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം. ബാക്കിയൊക്കെ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതും ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത്. നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താണെങ്കിലും ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല. ഈ ഒരു പലഹാരം ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനാട്ടോ നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ മസാല ഇട്ട് വെച്ച ഏത് കറിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പൊങ്ങി വരണമെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഇത് തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ കൈകൊണ്ടൊന്ന് മുറിച്ച് നോക്കുമ്പോൾ കണ്ടോ 2 ലെയർ ആയിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ കിട്ടാൻ. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് പേർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കാൻ അറിയാം, എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.